ഹലോ കൂട്ടുകാരെ, എക്സ്റ്റസിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കാറിലിരുന്നുകൊണ്ട് ഞാനും കുഞ്ഞൂട്ടനും കൂടി ഒരു സ്വാഗതമൊക്കെ പറഞ്ഞു. പക്ഷേ ആകി ഞങ്ങളെ ഭയങ്കരമായിട്ട് കളിയാക്കിയതുകൊണ്ട് അതിടാനുള്ളൊരു ചമ്മൽ കാരണം ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്കല്ലാണ്ട് വോയിസ് കയറ്റാതെ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കാറിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ആകി എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യേ, അത് മഹാബോറാണ്, നിൻ്റെ സംസാരം ഒട്ടും രസമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും നമ്മൾ തളരില്ല രാമൻകുട്ടി, തളരില്ല. അതുകൊണ്ടൊന്നും ഞാൻ അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ആകി എന്നെ കളിയാക്കിക്കോ, ഞാൻ അല്ലാണ്ട് വോയിസ് കൊടുത്തിട്ടാണെങ്കിലും ഈ വീഡിയോ ഇടും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാടിച്ചിറയ്ക്കാണ് കേട്ടോ. പുൽപ്പള്ളിയിൽ നിന്ന് ഞങ്ങളിപ്പോൾ പാടിച്ചിറയ്ക്ക് പോവുകയാണ്. പാടിച്ചിറയാണ് എൻ്റെ വീട്. അപ്പം ഇന്ന് പപ്പയുടെ ചേട്ടൻ്റെ മോളുടെ 1ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കൊച്ചിൻ്റെ പേര് അന്ന എന്നാണ്. അപ്പോൾ അന്നമ്മളുടെ 1ാമത്തെ ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പം ഞാനുണ്ട്, അഗിയുണ്ട്, കുഞ്ഞൂട്ടനുണ്ട്, അല്ലുമോളുണ്ട്. അപ്പം ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് മുഖം അത്ര ക്ലിയറായിട്ട് കാണത്തില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ രാത്രി ആയിട്ടുണ്ട്, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അധികം വെട്ടമൊന്നുമില്ലല്ലോ. അപ്പം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടം വരുമ്പോൾ നമ്മുടെ ഫേസൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ടൗണിലെത്തിയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ മേടിക്കാനുണ്ട്. അതെല്ലാം മേടിച്ചിട്ട് നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ 8 മണിക്കാണ് കേക്ക് കട്ടിങ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അധികം ദൂരമില്ല കേട്ടോ. ഒരു അരമണിക്കൂറും കൊണ്ട് നമുക്ക് വീടെത്താവുന്നേ ഉള്ളൂ. അരമണിക്കൂറിൻ്റെ ആവശ്യമില്ല, പിന്നെ നമ്മൾ പതുക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് അരമണിക്കൂറോളം സമയമെടുക്കും. നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ പുൽപ്പള്ളി ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗമാണ് പുൽപ്പള്ളി താഴേങ്ങാടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ടൗണിലാണെങ്കിലും ആൾക്കാരൊന്നും വീട്ടിൽ പോയി തുടങ്ങിയിട്ടില്ല. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ നല്ല തിരക്ക് ഉണ്ട്. ഈ ഭാഗത്താണ് മാർക്കറ്റൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മേലെ പോയിട്ട് നല്ലൊരു കടയിൽ കയറിയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാം. അപ്പം ഞങ്ങൾ ഗിഫ്റ്റൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഉള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇവിടെ പിള്ളേരെല്ലാം കൂടി ഭയങ്കര കളിയാണ്. ഇത് ചേട്ടായിൻ്റെ മോളാണ് കേട്ടോ, ടിയാനയും അല്ലുമോളും നല്ല കമ്പനിയാണ്. രണ്ടുപേരും സെയിം ഏജാണ്. ഒരു 45 ഡേയ്സിൻ്റെ ഡിഫറൻസ് രണ്ടുപേരും തമ്മിലുള്ളൂ. അപ്പം ചേട്ടായിമാർ ആൺകുട്ടിയായിട്ട് ആൺവിറ്റ് കുഞ്ഞൂട്ടൻ മാത്രമേ ഉള്ളൂ. എല്ലാം സഹോദരിമാരാണ്. 6ഓളം സഹോദരിമാരുണ്ട് കേട്ടോ കുഞ്ഞൂട്ടന്. ഇത്രയും പേരാട്ടോ ആകെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഏകദേശം ഇതാണ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഒരു 50 പേരിൻ്റെ അടുത്തേ ആകുകയുള്ളൂ കേട്ടോ. അപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അന്ന നാട്ടോ മോളുടെ പേര്. അപ്പം ഇതാണ് ചേട്ടായിയും നാത്തൂനും. കേക്ക് മുറിക്കുന്നത് നോക്കി തൊട്ട് കാണുന്ന കുറേ കുഞ്ഞിപ്പിള്ളേർ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കിട്ടുമല്ലോ എന്നുള്ള ആ സന്തോഷത്തിൽ നിന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടി നല്ല ആഘോഷമായിട്ട് നല്ല സന്തോഷത്തോടെ തന്നെ കേക്കൊക്കെ മുറിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് പപ്പേൻ്റെ ചേട്ടൻ്റെ വീട്. സാരി ഉടുത്തേക്കുന്നതാണ് പപ്പേൻ്റെ ചേട്ടൻ്റെ വൈഫ്. ഞങ്ങൾ താമമ്മി, താഴെ വീട്ടിലെ മമ്മി എന്നുള്ളതിൽ താമമ്മി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. താമമ്മി, താപ്പപ്പ അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം പിള്ളേരെല്ലാം നിൽക്കുന്നുണ്ട് കേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേർ താന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഞങ്ങൾ ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നാത്തൂനും ചേട്ടായും അന്നമോളും. അപ്പം ഞങ്ങൾ അന്നമോളുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഒത്തിരി സന്തോഷമായിട്ടോ. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരുമാണ് കേട്ടോ. അത് അനിയത്തിമാർ, ആൻറ്റി, നാത്തൂന്. അപ്പം അന്നമോളുടെ കുറച്ച് പിക്സൊക്കെയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ നല്ല രസമാണല്ലോ, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ആഘോഷിക്കുകയാണെങ്കിൽ നമ്മുടെ ബന്ധവും കൂടുതൽ ദൃഢമാകും. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.